മുഖംമൂടി ഒരിക്കൽ കൂടി ഇന്ത്യ വലിച്ചുകീറിയിരിക്കുകയാണ്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങളെ ഇന്ത്യ തെളിവുകളടക്കം നിരത്തിക്കഴിഞ്ഞു. രഹസ്യ വിവരമനുസരിച്ച് ടാർഗറ്റ് ചെയ്ത വ്യക്തികളുമായി ബന്ധപ്പെടാൻ പാക് ഏജന്റുമാർ നിലവിൽ നമ്പറുകളും ശബ്ദങ്ങളും ക്ലോണിംഗ് ചെയ്യുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സ് അത്യധികം പുരോഗമിച്ചതും സങ്കീർണവുമായ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നതായിട്ട് കേന്ദ്ര സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത് അതീവ സുരക്ഷയോടെ സുപ്രധാന നീക്കങ്ങളിലേക്ക് കടക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയിലെ സ്പെഷ്യൽ ബ്യൂറോ സഹോദയ ഏജൻസികളുമായി രഹസ്യ വിവരങ്ങൾ പങ്കിട്ടു. അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു പാറ്റേൺ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും വെളിപ്പെടുത്തലുണ്ട്. ഉയർന്ന റാങ്കിലുള്ള പ്രതിരോധ സേവന ഉദ്യോഗസ്ഥരിൽ നിന്നും അത്യന്തം ഗൗരവകരമായ മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്താൻ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സിന്റെ 66 കോളുകൾ നിർണായകമാണ്. വിവരങ്ങൾ അനുസരിച്ച് ഈ ടാർഗറ്റ് ചെയ്ത വ്യക്തികളുമായിട്ട് ബന്ധപ്പെടാൻ PIO ഏജന്റുമാർ നിലവിൽ നമ്പറുകളും ശബ്ദങ്ങളും ഒക്കെ ക്ലോണിംഗ് ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഔദ്യോഗിക സ്രോതസ്സുകൾ പ്രകാരം PIO ഏജന്റുമാർ നമ്പറുകൾ ക്ലോണിംഗ് ചെയ്യുകയും അവയെ സ്പൂഫിംഗ് കോളുകളാക്കി മാറ്റുകയും ലക്ഷ്യവുമായി ബന്ധപ്പെടാൻ അവരുടെ ആർക്കൈവിലുള്ള കോളറിന്റെ ശബ്ദം സാമ്പിൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കരസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും മറ്റ് രഹസ്യ സേവന ഏജൻസികളെയും കബളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നയാളുടെ സംസാര ശൈലി, ഭാവം, നിർദ്ദിഷ്ട പദാവലി, ഭാഷാ വൈദഗ്ധ്യം എന്നിവ ആവർത്തിക്കാൻ അവർ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നുണ്ട്. 66 PIO കോളുകളിൽ ഡാറ്റ എക്സ്ട്രാക്ഷനും കൈമാറ്റങ്ങൾക്കുമായി ബാക്കപ്പുകളായി ഉപയോഗിക്കുന്ന 3 നമ്പറുകൾ സ്പെഷ്യൽ ബ്യൂറോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ നമ്പറുകൾ മറ്റൊരു രാജ്യത്തിന്റേതായതിനാൽ നിലവിൽ പരിശോധനയിലാണ്. ഏതാനും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരങ്ങൾ അപഹരിക്കപ്പെട്ടതായിട്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു എന്നതും എടുത്തു പറയണം. കൂടാതെ വിവിധ രഹസ്യ സേവന വകുപ്പുകളുമായി ബന്ധമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായി പതിവായി ബന്ധപ്പെടുന്ന 7 ലിങ്ക്ഡ് നമ്പറുകളുടെ ശൃംഖലയും കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഡാറ്റ ചോർച്ച ഉണ്ടായതെന്നും ഏതൊക്കെ കബളിപ്പിച്ച നമ്പറുകളാണ് ഉപയോഗിച്ചതെന്നുമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. രഹസ്യ വിവര കണ്ടെത്തലുകൾ അനുസരിച്ച് ഹാക്കിംഗ്, ഹണി ട്രാപ്പ് പ്രവർത്തനങ്ങൾ, വഞ്ചനാപരമായ പദ്ധതികൾ, വ്യാജ കോർപ്പറേറ്റ് ഓഫറുകൾ എന്നിവയിലൂടെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് സമ്പാദിച്ച പ്രതിരോധ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിപുലമായ ഡാറ്റ PIO ഏജന്റുമാരുടെ കൈവശമുണ്ട്. എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റ വിശകലനം ചെയ്ത് PIOകൾ തന്ത്രപരമായി മികച്ച ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഡാറ്റ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം സെൻസിറ്റീവ് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് അവർ അത്യാധുനികവും ഉയർന്ന തലത്തിലുള്ളതുമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഫോണുകളിൽ എന്തെങ്കിലും സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയാൽ ആദ്യം മിലിറ്ററി ഇന്റലിജൻസ് ഡെസ്കിനെ സമീപിക്കാൻ പ്രതിരോധ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ചതിക്കെതിരെ ഇന്ത്യ ശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കുമെന്നത് ഉറപ്പാണ്. ഭീകരത തഴച്ചു വളരാൻ പാകിസ്ഥാൻ കാട്ടിക്കൂട്ടുന്ന നെറുകേട് വെച്ചുപൊറുപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ. ഭീകരത പടർത്തുന്നതിന് ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന ആശങ്കയുടെ ഒരു പ്രശ്നമാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർക്കെതിരായി UNSC ഉപരോധം ചൈന പലതവണ തടഞ്ഞത് ചില കേസുകളിൽ നടപടിയെടുക്കാൻ രക്ഷാസമിതിയെ ദുർബലപ്പെടുത്തി എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ എടുത്തു പറയണം. വർഷങ്ങളായിട്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ അവരുടെ ഫണ്ടിംഗ് പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിച്ചു എന്നതാണ് മറ്റൊരു കാര്യം. ധനസമാഹരണത്തിനായി വെർച്വൽ കറൻസികൾ പോലുള്ള പുതിയതും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകളുടെ അജ്ഞാതത്വം അവർ ചൂഷണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദ ഫണ്ടിങ്ങും ചേർക്കുന്നതിൽ അലംഭാവം പുലർത്തിയതിന് 2018 ജൂണിൽ പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഭീകരതയെ നേരിടാനുള്ള ഇന്ത്യൻ സംരംഭങ്ങളും ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ കാര്യക്ഷമമാക്കാൻ നിരവധി നടപടികൾ നമ്മൾ ആരംഭിച്ചിരുന്നു. തീരദേശ സുരക്ഷയ്ക്ക് ഉയർന്ന മുൻഗണന നൽകി അത് നേവി, കോസ്റ്റ് ഗാർഡ്, മറൈൻ പോലീസ് എന്നിവയിലാണ്. അതേപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഉചിതമായ ഒരു ഡാറ്റാ ബേസ് സൃഷ്ടിക്കുന്നതിനായിട്ട് നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡും രൂപീകരിച്ചിരുന്നു. ഭീകരാക്രമണങ്ങൾക്കെതിരെ ദ്രുത പ്രതികരണം ഉറപ്പാക്കുന്നതിനായിട്ട് ദേശീയ സുരക്ഷാ ഗാർഡിനായിട്ട് 4 പുതിയ പ്രവർത്തന കേന്ദ്രങ്ങളും ഉണ്ടാക്കി. എന്തായാലും പാകിസ്ഥാന്റെ പുതിയ പദ്ധതികൾക്ക് ഇന്ത്യ തടയിടും എന്നത് ഉറപ്പാണ്. നുഴഞ്ഞുകയറ്റങ്ങളും അതുപോലെ തന്നെ ഭീകരതയെ വളർത്തുവാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഇന്ത്യ നുള്ളിക്കളയും എന്നതും എടുത്തു പറയണം. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് കൈകടത്തുവാനുള്ള പാകിസ്ഥാന്റെ മോഹം നടക്കില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.